Hi everyone. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ അല്ല. ഞാനിവിടെ റീസെൻ്റ്ലി ബാംഗ്ലൂർ തന്നെയുള്ള ഒരു പാക്കേജിംഗ് മെറ്റീരിയൽസിൻ്റെ സ്റ്റോർ വിസിറ്റ് ചെയ്യാനിടയായി. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. കാരണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് പാക്കേജിംഗ് മെറ്റീരിയൽസ് സംഘടിപ്പിക്കാം എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള MOQ ഇല്ലാതെ, അതായത് മിനിമം നിങ്ങൾ ഇത്ര എടുക്കണം എന്ന് ഒരു സപ്ലയർ ഡിമാൻഡ് ചെയ്യാറുണ്ട് പൊതുവേ. അപ്പം അത് ഇവിടെ ഇല്ല. ഒരു MOQ എന്ന് പറഞ്ഞ പരിപാടിയില്ല. നിങ്ങൾക്ക് ഒരു പീസെങ്കിൽ ഒരു പീസ് ആയിട്ടും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ബിസിനസ് ചെയ്ത് തുടങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കൂടാതെ തന്നെ പാക്കേജിംഗ് മെറ്റീരിയൽസ് നല്ല ബ്രാൻഡഡ് ആയിട്ട് കസ്റ്റമായിട്ട് നിങ്ങളുടെ ബ്രാൻഡ് നെയിമോട് കൂടിയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ പ്രിൻ്റ് ചെയ്ത് ലഭിക്കാനായിട്ട് ഇവർ സഹായിക്കുന്നതാണ്. അതിന് പുറമെ ഇവരുടെ അടുത്ത് ഒരുപാട് ഗിഫ്റ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഇവരുടെ പേരെന്ന് പറയുന്നത് MyPerfectPack എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് തുടങ്ങാം. ഇവരുടെ അടുത്ത് ഉണ്ടായിരുന്നതിൽ അലുമിനിയം ജാർ കണ്ടെയ്നേഴ്സ് കാൻഡിൽ മേക്കിങ്ങിനും അതുപോലെ ചോക്ലേറ്റ്സിനും എല്ലാം ഉപയോഗിക്കാറുണ്ട് പൊതുവെ. അപ്പം അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ID കാർഡ്സ് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്ത് അവർ തരുന്നതാണ്. ഇതുപോലെ മാജിക് മിറർ എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷനാണ്. ഇനി നമുക്ക് പാക്കേജിംഗ് മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസ്, ജാർസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന 100 ml ജാറിൻ്റെ വില 19 രൂപയാണ് വരുന്നത്. ഗ്ലാസ് ജാർസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവരുടെ അടുത്തുണ്ട്. ഡിഫറെൻറ്റ് ഷേപ്പിലും ഡിഫറെൻറ്റ് സൈസിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ലിഡിൻ്റെ ഒക്കെ കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള ഷെയ്ക്കിൻ്റെ ബോട്ടിൽസൊക്കെ ഉണ്ട്. ഇതിന് 300 ml വരുന്നത് 23 റുപ്പീസാണ്. ഇതുപോലെയുള്ള ജാസിന് 370 അത് വരുന്നത് 24 റുപ്പീസാണ്. പിന്നെ കോസ്മെറ്റിക്സിനൊക്കെ ഉപയോഗിക്കാവുന്ന ഡ്രോപ്പർ ബോട്ടിൽസ് അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെയുള്ള ഗ്ലാസ് ജാർസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് 29 റുപ്പീസാണ് വരുന്നത്. ഇത് 200 ml ബോട്ടിലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 250 ml 16 റുപ്പീസിൻ്റെ ബോട്ടിലുണ്ട്. ഇത് 500 ml ബോട്ടിലാണ്. പിന്നെ അതിനേക്കാളും വലിയ ബോട്ടിൽസും അവൈലബിൾ ആണ്. പല റേറ്റ്സിലും ഇത്തരത്തിലുള്ള ബോട്ടിൽസ് ഉണ്ട്. വലിയ ഗ്ലാസ് ജാർസ്, അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന വലിയ ഗ്ലാസ് ജാർസൊക്കെ ഉണ്ട്. വലിയ ബോട്ടിൽസ് ഉണ്ട്. ഇനി ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ഇവരുടെ ഗ്ലാസ് ജാർസിൻ്റെ കളക്ഷൻ ഇനിയുണ്ട്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ മിനി ജാർസൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം മീഡിയം സൈസിലുള്ളതും ചെറുതും സ്പൈസ് ജാർസും പിന്നെ വലിയ ജാർസും എല്ലാം അവൈലബിൾ ആണ്. പലതരത്തിലുള്ള ബോട്ടിൽസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആംബർ ഷെയ്ഡിലുള്ളതും അതുപോലെ ബ്ലൂ ഷെയ്ഡിലുള്ളത്, ഗ്രീൻ ഷെയ്ഡിലുള്ള ബോട്ടിൽസൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സ്റ്റിക്കർ പ്രിൻറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ജാർസ് ഉണ്ട്. ഇതിന് 50 രൂപയാണ് ഒന്നിന് വില വരുന്നത് കേട്ടോ. ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അത്. പിന്നെ സാധാരണ ബോട്ടിൽസ് 200 ഗ്രാമിൻ്റെതിന് 31 റുപ്പീസാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതുപോലെയുള്ള മിനി ജാർസ് ഉണ്ട്, ലിപ് ബാംസിന് അല്ലെങ്കിൽ ജാം ജാറ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിന് 9 രൂപയാണ് ഈ ഒരു മിനി ജാറിന് വരുന്നത്. പിന്നെ ദാബർ ഹണിയുടെ ഷേപ്പിലുള്ള ബോട്ടിലുണ്ട്. അപ്പോൾ അതിന് 12 രൂപയാണ് വില വരുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ടൈഗർ ബാമിൻ്റെ ബോട്ടിൽസ് പോലെയുള്ള ഹെക്സഗൺ ഷേപ്പിലുള്ള മിനി ബോട്ടിലുണ്ട്. അതിന് 16 രൂപയാണ് വില വരുന്നത്. പിന്നെ അതുപോലെയുള്ള സ്പൈസ് ജാർസ് ഉണ്ട്. 21 രൂപയാണ് അതിൻ്റെ വില കേട്ടോ. ഇതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ 250 ml ജ്യൂസ് ബോട്ടിലുണ്ട്. 17 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. പിന്നെ ഇതുപോലെയുള്ള വലിയ ബോട്ടിൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വില വരുന്നത് 99 രൂപയാണ്. 1 ലിറ്ററിൻ്റെ ബോട്ടിലാണത്. ഇത്തരത്തിലുള്ള ബ്ലൂ ബോട്ടിൽസിന് 149 രൂപയാണ് വില വരുന്നത്. പിന്നെ ഇതുപോലെയുള്ള ലോങ് ജാർസ് ഉണ്ട്. അതിന് 25 രൂപയാണ് വില വരുന്നത്. പിന്നെ നമുക്ക് അവാർഡ്സൊക്കെ കൊടുക്കാൻ അല്ലെങ്കിൽ മൊമെൻറ്റോ ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. താഴേക്ക് നോക്കിയാൽ ഇനിയും പല ടൈപ്പിലുള്ള ഗ്ലാസ് ജാർസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതുപോലെയുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. കുട്ടികൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെയുള്ള ബുക്സ് ഉണ്ട്, നോട്ട് ബുക്സ്, സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഗ്ലൂ സ്റ്റിക്സ്, ഇറേസേഴ്സ് ഒക്കെ
അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ലാസ്റ്റൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നോട്ട് പാഡ്സ് ആണ്. പിന്നെ അതുപോലെയുള്ള ബോക്സ് ഉണ്ട്. ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കേജിങ് നോക്കി നടക്കുന്ന ക്രാഫ്റ്റേഴ്സിനൊക്കെ പറ്റിയ ഐറ്റംസ് ആണ് ഇതെല്ലാം. പിന്നെ അതുപോലെയുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സിന് പറ്റിയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. വുഡിൻ്റെ ട്രേ ഉണ്ട്. അതിൻ്റെ റേറ്റ്സൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെയുള്ള പേപ്പർ ബാഗ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് സൈസിനനുസരിച്ചിട്ട് റേറ്റ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും. കസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിങ്ങിലും അവർ പ്രിൻ്റ് ചെയ്ത് തരും ബോട്ടിൽസ്. ഇതുപോലെ വുഡിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ ചെയ്തു തരും. പിന്നെ വിസിറ്റിംഗ് കാർഡ്, കാലണ്ടേഴ്സ്, പിന്നെ പലതരത്തിലുള്ള എൻവലപ്സ്, നല്ല പാറ്റേണിലുള്ള എൻവലപ്സ് ഉണ്ട് ഇവരുടെ അടുത്ത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ എൻവലപ്പിന് വരുന്നത് 199 ആണ് കേട്ടോ റേറ്റ്. ഫോട്ടോ പ്രിൻറ്റിംഗ് ഒക്കെ സർവീസസ് ഒക്കെ ഇവരുടെ അടുത്തുണ്ട്. പിന്നെ ഇതുപോലെ കാലണ്ടേഴ്സൊക്കെ കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് കാലണ്ടേഴ്സ് നിങ്ങളുടെ ബ്രാൻഡ് നെയിമിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വിസിറ്റിംഗ് കാർഡ്സ് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ട് സൗകര്യമുണ്ട്. അതുപോലെ ഇതുപോലെയുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്, ബ്രൗൺ പേപ്പർ ബാഗ്സ് ഉണ്ട്. പിന്നെ അതുപോലെ കാർഡ്ബോർഡ് ബോക്സസ് നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് കോസ്മെറ്റിക്സിനോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിനോ അങ്ങനെ എന്താണോ നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിമോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അവരത് ചെയ്തു തരും. ഇതിന് നിങ്ങൾ സാധാരണ വേറെ പുറത്തുനിന്ന് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ പെർട്ടിക്കുലർ സൈസിൽ ചെയ്യുന്നതിനായിട്ട് അവർ ആദ്യം ഒരു ഡൈ മേക്കിംഗ് ചാർജസ് പറയും. അപ്പോൾ അതെല്ലാം നമ്മൾ ബെയർ ചെയ്തുകൊണ്ടായിരിക്കണം പിന്നെ ഒരു 1000 പീസെങ്കിലും മിനിമം അവരുടെ ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. ഇവർക്ക് MOQ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു യൂണിറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ പറയുന്ന ഡിസൈനിൽ അവരത് ചെയ്തു തരും. അപ്പോൾ ഒരു 50 ഗ്രാംസിൻ്റെ ഒരു കാർഡ്ബോർഡ് ബോക്സ്, 50 ഗ്രാംസിൻ്റെ ഒരു ക്രീമിൻ്റെ കണ്ടെയ്നറിനുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സിന് വില വരുന്നത് ഒരു പീസിന് 20 രൂപയാണ്. അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതാണെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ അതുപോലെയുള്ള പാക്കേജിങ് പൗച്ചസ് അവൈലബിൾ ആണ്. പല കളേഴ്സിൽ പല സൈസസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നിങ്ങൾക്കിത് ലേബൽ ചെയ്തിട്ട് അവർ തരുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ജസ്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്ത് ലേബൽ ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവരുടെ അടുത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് പ്രിൻറ്റിങ് സർവീസസ് എല്ലാം എടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെയുള്ള ലാംപ്സും പെൻ സ്റ്റാൻഡും അടക്കമുള്ള ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട് ഇവരുടെ അടുത്ത്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ചെയ്യുന്നവർക്ക് ഗിഫ്റ്റിംഗ് ഓപ്ഷൻസ് ആയിട്ട് അവർ നോക്കാറുണ്ടല്ലോ. അപ്പം ഇതുപോലെയുള്ള 50 പീസസൊക്കെ ഓർഡർ ചെയ്യുന്നവരുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗിഫ്റ്റ് ഹാമ്പേഴ്സിന് പറ്റിയിട്ടുള്ള 3 ജാറിൻ്റെ വുഡ് ട്രേ ഉണ്ട്. 179 റുപ്പീസാണ് അതിൻ്റെ വില വരുന്നത്. പിന്നെ 2 ജാറിൻ്റെ വുഡ് ട്രേക്ക് വരുന്നത് 129 റുപ്പീസാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ എത്രയാണ് റേറ്റ് എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഐഡിയ ഇല്ല. അപ്പോൾ വാങ്ങുന്നവർക്ക് അറിയുന്നുണ്ടാവും എത്രത്തോണ്ട് അത് നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്നുള്ളത്. പിന്നെ ഇതുപോലെയുള്ള 4 ജാർ വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ഉണ്ട്. 4 ഗ്ലാസ് ജാർസ് ഉണ്ടാവും ഇതിനകത്ത്. ഇതിൻ്റെ വില വരുന്നത് 499 ആണ്. ഗിഫ്റ്റിങ്ങിന് പറ്റിയൊരു ഐറ്റമാണിത്. നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട് അതിന്. പിന്നെ ഇവിടെ അവർക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഗിഫ്റ്റ് ഹാമ്പേഴ്സിന് പറ്റിയിട്ടുള്ള ഐറ്റംസാണ്. ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇവരുടെ ഐറ്റംസ് ലഭിക്കുന്നതാണ്. പിന്നെ പേപ്പർ ബാഗ്സ് ഉണ്ട്. കസ്റ്റമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിമോട് കൂടിയിട്ട് തന്നെ അവരത് പ്രിൻ്റ് ചെയ്ത് തരുന്നതാണ്. ഓവറോൾ ഇത് നല്ലൊരു സ്റ്റോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ നോക്കിയതിനൊക്കെ എനിക്ക് അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഒബിയസ്ലി ഒരു 2-3 ഷോപ്പൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഗ്ലൂ സ്റ്റിക്കാണ്. ഗിഫ്റ്റിങ്ങിന് പറ്റിയൊരു ഐറ്റമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. ഇതിന് 79 റുപ്പീസാണ് വില വരുന്നത്. പിന്നെ യൂണിക്കോണിൻ്റെ തീമിലുള്ള പെന്നും ബുക്കൊക്കെ വരുന്ന സെറ്റ് ഉണ്ട്. ഇതെല്ലാം എന്ന് പറയുന്നത് കസ്റ്റമായിട്ട് നിങ്ങളുടെ ബ്രാൻഡിങ്ങോട് കൂടിയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റിങ് ചെയ്തിട്ടുള്ള പൗച്ചസ് ആണ്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പീസാണെന്നുണ്ടെങ്കിൽ പോലും അവരത് അടിച്ചു തരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതെല്ലാം ഗിഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന കിഡ്സിന് പറ്റിയിട്ടുള്ള ഐറ്റംസാണ്. ഇത് ലെമണിൻ്റെ ഷേപ്പിലും വാട്ടർമെലൻ്റെ ഷേപ്പിലും റെയിൻബോയുടെ ഷേപ്പിലൊക്കെയുള്ള ബുക്കാണ്.
ഇതിന് 299 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതുപോലെയുള്ള ഒരു ബോട്ടിൽ കണ്ടിട്ടോ, അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. പിന്നെ എറേസേഴ്സ് ഉണ്ട്, നല്ല ക്യൂട്ട് ഷേപ്പിലുള്ള എറേസേഴ്സ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പല പാറ്റേൺസ് ഉണ്ട്. ഇതൊക്കെ ചൈന ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് കേട്ടോ. പെൻസിൽ ബോക്സസ് ഉണ്ട്, കംപ്ലീറ്റ് സ്റ്റേഷനറി കിറ്റൊക്കെ ആയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ക്യാൻഡിൽസ് അവൈലബിൾ ആണ്. ഇതുപോലെ ഫ്രെയിമായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കസ്റ്റമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതുപോലെ ക്രാഫ്റ്റ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ബാഗ്സ് ഉണ്ട് കിഡ്സിന് പറ്റിയിട്ടുള്ള. ഇത് അഗെയിൻ കുറേ ഇറേസേഴ്സ് ആണ്, പല പല ക്യൂട്ട് ഷേപ്പിലുള്ളത്. അപ്പോൾ ഓവറോൾ ഇത് നല്ലൊരു പാക്കേജിങ് മെറ്റീരിയൽസിന് പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവരുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് പ്രൊഡക്ട്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ID കാർഡ് പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ നിങ്ങളുടെ എംപ്ലോയീസിന് നിങ്ങൾക്ക് ID കാർഡ് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു തരത്തിലുള്ള പെയ്ഡ് പ്രൊമോഷനല്ല, എനിക്ക് ഷോപ്പ് ജെനുവിൻലി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ഇതുപോലെ സബ്ലിമേഷൻ മഗ്സ് ഉണ്ട്, അതായത് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്ന പോലത്തെ മാജിക് മഗ്സ് ഉണ്ട്. പിന്നെ ഫോട്ടോ പ്രിൻറ്റിങ്ങിനായിട്ടുള്ള മഗ്സ് ഉണ്ട്. പൊതുവേ പാക്കേജിങ് മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളൊന്നും ഒരു ബിസിനസ്സും മറ്റൊരു ബിസിനസ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാറില്ല. ഭയങ്കര കോൺഫിഡൻഷ്യലായിട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെന്നുണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കുറച്ചെങ്കിലും ഒരു റീച്ച് കിട്ടണ്ടേ, എങ്കിൽ മാത്രമേ എനിക്കൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ.